മമ്മിയുടെ മുന്നിൽ വെച്ചായതുകൊണ്ടാണോ ആ കാർഡ് സെലക്ട് ചെയ്തത്? എന്റെ പൊന്നു സാറേ, എന്തായാലും സിത്താരമാട ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ. കാർഡല്ല എന്റെ കയ്യിലും ഉണ്ട്. ഇതിന്ന് കാതാമാട ഒന്ന് സെലക്ട് ചെയ്യട്ടെന്നേ. അപ്പൊ നോക്കാമല്ലോ രണ്ടുപേരുടെ മനസ്സ് ഒരേ പാതയിലാണോ സഞ്ചരിക്കുന്നതെന്ന്. ഗാഥാമാട സെലക്ട് ചെയ്ത കാർഡുകളൊക്കെ തന്നെയാ ഇത്. സത്യസന്ധമായി മാഡത്തിന് ഇതിന്ന് ഏത് കാർഡാ ഇഷ്ടമെന്ന് വെച്ചാ അതങ്ങ് സെലക്ട് ചെയ്യ്. സെലക്ട് ചെയ്യും. തന്റെ ശരിക്കുള്ള മനസ്സ് ഞാനൊന്ന് കാണട്ടെ. ഒന്നങ്ങോട്ട് എടുത്ത് കൊടുക്കുമോളെ. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? എനിക്കറിയായിരുന്നു മാഡ ഇതേ സെലക്ട് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സിത്താര മാഡത്തിന്റെ മുന്നിൽ നിന്നോണ്ടാ ആ കാർഡിൽ തൊട്ടതെന്ന്. താങ്ക്സ് കാത. ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമ്മൾ തമ്മിൽ എടുക്കേണ്ട ഡിസിഷനുകൾ നമ്മൾ സ്വകാര്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കൂ. തന്റെ മമ്മിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ തന്റെ ഈ ഗെറ്റപ്പ് ഉണ്ടല്ലോ, കൂടുതൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ലുക്ക്, അത് നല്ലതാണ്. യു ആർ സോ ബ്യൂട്ടിഫുൾ. അല്ലേടോ മണിക്കുഞ്ഞെ? എന്റെ പോലും സാറേ, ഈ മേക്കപ്പിന്റെ കൂടുതലും കുറവും നോക്കാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഗാഥാമാട സുന്ദരിയാ, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോ മണിക്കുഞ്ഞ്, നമുക്കൊരു കാര്യം കൂടി അങ്ങ് ചേഞ്ച് ചെയ്താലോ? എന്നാ സാറേ? നേരത്തെ സെലക്ട് ചെയ്ത കാർഡിൽ വെക്കാനാണെങ്കിൽ അപ്പം നമ്മൾ വാങ്ങിയ ഗാഥയുടെ ഫോട്ടോ മതി. പക്ഷെ ഈ സിമ്പിൾ കാർഡിൽ വെക്കാനാണെങ്കിലേ ഗാഥയുടെ സിമ്പിൾ ലുക്കിലുള്ള ഒരു ഫോട്ടോ വേണം. എന്താ വേണ്ടേ? പിന്നെ വേണം സാറേ. അയ്യോ നവീൻ, എനിക്ക് ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളതാ. പൊയ്ക്കോ, ജസ്റ്റ് ഒരു ക്ലിക്ക്. ഞാനൊരു ഫോട്ടോ എടുക്കുന്നു, താൻ പോകുന്നു, അത്ര തന്നെ.